സഹോദരൻ്റെ കുഞ്ഞിനെ സഹോദരി ഗർഭത്തിൽ ചുമക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ എന്താ ചിന്തിക്കുക? ആരായാലും മൂക്കത്ത് വിരൽ വെച്ച് പോവില്ലേ? എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് തന്നെ. എന്തല്ലേ, എന്ത് നല്ല സംസ്കാര സമ്പന്നമായ രാജ്യമെന്നൊന്ന് ഓർത്തു നോക്കൂ. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ലെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പാരൻസിനോട് ഒരേ ഒരു ചോദ്യം, എൻ്റെ പാരൻസിനോടല്ല, മറ്റു പാരൻസുകളോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് 5 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് കുഞ്ഞി വാവകളെ പോലെ ചുമന്ന് അടുത്ത് വെച്ച് കിടത്തി ഉറക്കാതിരിക്കുക. അതിനുള്ളൊരു ബോധമൊക്കെ നിങ്ങൾ കാണിക്കുക. നമ്മുടെ മക്കളൊക്കെ തന്നെ ചിലപ്പോൾ അവർ കാണുന്ന ചെറിയൊരു എന്തെങ്കിലും കാര്യമായിരിക്കും പിന്നീട് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. പിന്നെ അവരങ്ങോട്ട് കൗമാരത്തിലോട്ടും ഒക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ അത് എല്ലാത്തിനെക്കുറിച്ചും അറിയാനുള്ളൊരു താല്പര്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കുട്ടികളിതേ കയ്യിൽ മൊബൈലും കൂടി വെച്ച് കൊടുക്കുക. മെമ്പർഷിപ്പ് റാണികൾ അഴിഞ്ഞാടുന്നതും കൂടി കണ്ടു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. ഇതുപോലെ നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കുക. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ആവശ്യത്തിന് മാത്രം കൊടുക്കുക. ആവശ്യത്തിലധികം കുഞ്ഞുങ്ങളെ അത് വെച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും നമ്മുടെ നാടിൻ്റെ പോക്ക് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 14 വയസ്സുള്ള സഹോദരൻ്റെ കുഞ്ഞിനെ 16 വയസ്സുള്ള സഹോദരി പ്രസവിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. നമ്മുടെ മക്കളുടെ മേലും നമുക്കൊരു കണ്ണ് വെച്ചെന്നും പറഞ്ഞ് ഒന്നും നശിച്ചു പോവാനില്ല. കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, പെൺകുട്ടികൾക്ക് നേരം വെളുക്കുമ്പോൾ ഭക്ഷണവും കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തങ്ങ് വിട്ടാൽ പോരാ. ഈ പെൺകുട്ടികളൊക്കെ ശരിക്കും പഠിക്കാൻ പോകുന്നുണ്ടോ, സ്കൂളിൽ എത്തുന്നുണ്ടോ എന്നൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പെൺമക്കളുണ്ടെങ്കിൽ, വയസ്സറിഞ്ഞ പെൺമക്കളാണെങ്കിൽ മാസം തോറും അവർക്ക് പീരിയഡ്സ് ഒക്കെ ആവുന്നുണ്ടോയെന്ന് കൂടി അമ്മമാരായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ അമ്മ എന്നുള്ളൊരു സ്ഥാനം പറഞ്ഞിരുന്നിട്ട് ഒരു അർത്ഥവുമില്ല. ഓക്കെ.